ഹായ് കൊച്ചുമക്കളെ, ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ കാറ്റിൻ്റെയും സൂര്യൻ്റെയുമാണ്. പണ്ടൊരു ദിവസം കാറ്റ് രാവിലെ ഇങ്ങനെ വീശുമായിരുന്നു. അപ്പോൾ ഒരു കാഴ്ച കണ്ടു. കുറേ മനുഷ്യർ ഇങ്ങനെ നിന്ന് സൂര്യനെ നമസ്കരിക്കുന്നു. കാറ്റിന് അസൂയ മൂത്തു. എല്ലാവരും ഇങ്ങനെ സൂര്യനെയാണല്ലോ നമസ്കരിക്കുന്നത്, എന്നെ ആരും നമസ്കരിക്കുന്നില്ലല്ലോ. കാറ്റിന് സങ്കടവും വന്നു, ദേഷ്യവും വന്നു, അസൂയയും വന്നു, അഹങ്കാരവും വന്നു. എന്താ അഹങ്കാരത്തിന് കാരണം? എനിക്കിത്രയും ശക്തി ഉണ്ടായിട്ട് എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, അതാണ്. അപ്പം ശക്തി ഒന്ന് കാണിച്ചു കൊടുക്കണം, അതാണ് കാറ്റിന് വന്ന അഹങ്കാരം. അങ്ങനെ സൂര്യനോട് പറഞ്ഞു, എല്ലാവരും നിന്നെയാണല്ലോ നമസ്കരിക്കുന്നത്, എന്നാൽ പിന്നെ നമുക്കൊരു മത്സരം നടത്താം. നീ നാളെ മത്സരത്തിനായി റെഡിയായിരുന്നോ? സൂര്യനെ വെല്ലുവിളിക്കുകയാണ് കാറ്റ്. ആ ശരി, ഇതിന് നമുക്കൊരു സാക്ഷി വേണം. വെള്ളമായിക്കോട്ടെ. കടലിനോട് സൂര്യൻ പറഞ്ഞു, നീയാണ് കേട്ടോ സാക്ഷി. ശരി, കടൽ സമ്മതിച്ചു. കടലുള്ളിൽ ചിരിച്ചു. പൊട്ടൻ കാറ്റിൻ്റെ പൊട്ടത്തരം കണ്ടിട്ട് ഈ കടലിന് ചിരി വന്നു. പിറ്റേ ദിവസമായിട്ടോ, സൂര്യൻ ഇങ്ങനെ ഇറങ്ങി നോക്കി, കാറ്റ് വരുന്നുണ്ട്. തുടങ്ങുകയല്ലേ മത്സരം? സൂര്യൻ ചോദിച്ചു. ഞാൻ റെഡി. നിന്റെ ഈ അഹങ്കാരവും എല്ലാം ഇന്ന് ശമിപ്പിക്കുമെടാ ഞാൻ, സൂര്യൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു. എന്താണ് മത്സരം? ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയായിരുന്നു. ആ മനുഷ്യൻ്റെ ഉടുമുണ്ട് അഴിക്കണം, ഷർട്ടും അഴിപ്പിക്കണം. ഇതാണ് മത്സരം. മത്സരം ആരംഭിക്കുകയാണ്. കടൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു. മത്സരം തുടങ്ങി. കാറ്റിങ്ങനെ വീശാൻ തുടങ്ങി. ഉറക്ക വീശാൻ തുടങ്ങി. ആ മനുഷ്യൻ പിന്നെയും കാറ്റിനെ പഴിച്ചു. ഓ, എന്തൊരു കാറ്റാണിത്! മനുഷ്യനെ എടുത്തിട്ട് അങ്ങോട്ട് പെരുമാറുകയാണ്. എന്നെ എടുത്ത് അപ്പുറത്തേക്ക് ഇടുന്നാ തോന്നുന്നത്. ഓ, ഈ കാറ്റിനെ കൊണ്ട് തോറ്റു. കാറ്റിനെ പ്രാഗിക്കൊണ്ടേയിരുന്നു മനുഷ്യൻ. അങ്ങനെ കാറ്റ് വീശല് കൂടി കൊടുങ്കാറ്റായി. ഈ മനുഷ്യനെ എന്ത് ചെയ്തു കാറ്റ്? എടുത്തു പൊക്കി ഒരു മരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടു. മരത്തിൻ്റെ കൊമ്പിൽ താങ്ങി. പിന്നെ എത്ര കാറ്റ് വീശിയിട്ടും ആ മനുഷ്യന് മരത്തിൽ കുടുങ്ങിയിരുന്ന് രക്ഷപ്പെട്ടേയില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ കടന്നു. അവൻ പ്രാഗിക്കൊണ്ടേയിരുന്നു കാറ്റിന്. അടുത്തത് സൂര്യൻ്റെ ഊഴമാണ്. കടൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സൂര്യൻ മെല്ലെ വന്നു. അടുത്തേക്കൊന്നും വന്നിട്ടില്ല. വളരെ ദൂരത്തുനിന്ന് കുറച്ചിങ്ങോട്ട് നീങ്ങിയേ ഉള്ളൂ. ഈ മനുഷ്യന് വേർക്കാൻ തുടങ്ങി. മനുഷ്യൻ പിന്നെയും പ്രാഗി. ഓ, ആ കാറ്റിന് ഇപ്പം എങ്ങാനും വന്നൂടെ? വെറുതെ എന്നെ ഇട്ട് ബുദ്ധിമുട്ടിച്ചു. ഈ വേർക്കുന്ന ടൈമിലല്ലേ വരേണ്ടത്? പിന്നെയും കാറ്റിന് പഴി തന്നെ പഴി. കാറ്റിന് സങ്കടം കൂടി വന്നു. വേർത്തതും ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഷർട്ട് ഊരി വലിച്ചെറിഞ്ഞു. പിന്നെയും കാലൊക്കെ വേർക്കുക അങ്ങനെ. അപ്പം എന്ത് ചെയ്തു? മുണ്ടഴിച്ചു മാറ്റി. ഒരു ബർമൂടയിട്ട് ആ മനുഷ്യൻ പതുക്കെ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി. പിന്നെയും കാറ്റിനെ കുറേ പ്രാഗി. കാറ്റ് നാണം കെട്ട് തല താഴ്ത്തി. നാറി, നാണം കെട്ടു എന്നൊക്കെ പറയില്ലേ, അതുപോലെയായി. സൂര്യൻ്റെ മുമ്പിൽ കടൽ ചിരിച്ചു. കടൽ പറഞ്ഞു കാറ്റിനോട്, എൻ്റെ കാറ്റേ, നിനക്ക് നല്ല ശക്തിയില്ലേ? നീ എന്തിനാണ് ആ സൂര്യനോട് മത്സരിക്കാൻ പോയത്? സൂര്യൻ എന്ന് പറഞ്ഞാൽ ആരാ? അതിശക്തിമാൻ. നമ്മളെല്ലാം ഇല്ലാതാക്കാൻ ഒരു സെക്കൻഡ് മതി, ഒന്ന് കത്തിയാൽ മതി, കഴിഞ്ഞു നമ്മുടെ കഥ. ഭൂമി വെറും എന്താകും? മണലാരണ്യമാകും. അങ്ങനെ കാറ്റിന് തൻ്റെ തെറ്റ് മനസ്സിലായി. കാറ്റ് പതുക്കെ വീശി മന്ദമാരുതനായി സൂര്യനോട് ക്ഷമയൊക്കെ പറഞ്ഞ് പോയി. എങ്ങനെയുണ്ട് കഥ? എന്താണ് ഈ കഥയിൽ നിന്നും കൊച്ചുകൂട്ടുകാർ പഠിക്കേണ്ട പാഠം? വമ്പന്മാരോട് നമ്മൾ ഒരിക്കലും ഏറ്റുമുട്ടരുത്. ഏറ്റുമുട്ടാൻ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നാണം കെടും. കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചർമാർ.